മെയ് 14 ബുധനാഴ്ച വിശുദ്ധ മത്യാസിൻ്റെ തിരുനാൾ. യോഹന്നാൻ 15 9 മുതൽ 17 വരെ വാക്യങ്ങൾ. പുതിയ മാർപ്പാപ്പയായി കാർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റിൻ്റെ തെരഞ്ഞെടുപ്പ് അപ്രതീക്ഷിതമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മുൻനിരയിൽ ഉണ്ടായിരുന്നില്ല. കോൺക്ലേവുകൾ അങ്ങനെയാണ്. പ്രവചനാതീതമായ കാര്യങ്ങൾ അവിടെ നടക്കും. ഇത്തവണ കോൺക്ലേവിൻ്റെ 2-ാം ദിവസം ഒരു പുതിയ പോപ്പ് തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ റോബർട്ട് പ്രവോസ്റ്റ് അമേരിക്കയിൽ നിന്നുള്ള ചരിത്രത്തിലെ ആദ്യത്തെ പോപ്പായി മാറി. അദ്ദേഹത്തിൻ്റെ പേപ്പൽ നാമം ലിയോ 14 എന്നായിരിക്കും. ഇന്ന് നാം അപ്പോസ്തലനായ വിശുദ്ധ മത്യാസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരാകാൻ വിളിച്ച 12 പേരിൽ ഒരാളായിരുന്നില്ല മത്യാസ്. എന്നാൽ മത്യാസ് യേശുവിനെ അനുഗമിക്കുകയും അവനിൽ നിന്ന് പഠിക്കുകയും ചെയ്തു. പക്ഷേ ഒരു യഥാർത്ഥ അപ്പോസ്തലനായിരുന്നില്ല. യൂദാസിന് പകരക്കാരനായി നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ആളായിരുന്നു മത്യാസ്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തില്ല. ഇന്നത്തെ സുവിശേഷ വായനയിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, പക്ഷേ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. അത് സത്യമാണ്. യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. അങ്ങനെ ചെയ്തപ്പോൾ തിരുവെഴുത്തുകളിലും സഭാചരിത്രത്തിലും ദൈവം അത്ഭുതകരമായ ജോലികൾ ചെയ്യുന്നതിനായി ആളുകളെ തിരഞ്ഞെടുക്കുന്നു എന്ന ഒരു നീണ്ട പാരമ്പര്യം തുടരുകയാണ്. നോഹ, അബ്രാഹം, സാറ എന്നിവരെ പോലെയുള്ളവരെ അത്ഭുതകരമായ ജോലികൾക്കായി ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് പരിശുദ്ധ മറിയത്തെ ഓർക്കാം. നസ്രത്ത് എന്ന ചെറിയ പട്ടണത്തിൽ നിന്നുള്ള യുവകന്യകയായ മറിയം ദൈവപുത്രൻ്റെ അമ്മയാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അപ്രതീക്ഷിതമായ തിരഞ്ഞെടുപ്പ്. എന്നാൽ മറിയത്തിൻ്റെ ശ്രദ്ധേയമായ വിശ്വാസവും തുറന്ന ഹൃദയവും ദൈവം അവളോട് ആവശ്യപ്പെടുന്നത് എന്തും ചെയ്യാനുള്ള സന്നദ്ധതയും അവൾക്കുണ്ടായിരുന്നു. അത് തികഞ്ഞ തിരഞ്ഞെടുപ്പായി മാറി. ഒരുപക്ഷെ ദൈവത്തിന് മാത്രമേ അതറിയാൻ കഴിയൂ. ചില അത്ഭുതകരമായ ജോലികൾ ചെയ്യാൻ ആവശ്യപ്പെടാൻ ദൈവം നിങ്ങളെ സമീപിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? ഭൂമിയെ തകർക്കുന്ന ജോലിയൊന്നുമല്ല, മറിച്ച് സ്നേഹത്തിൻ്റെ ഒരു ജോലി. ഒരാളെ തിരിച്ചറിഞ്ഞ് അയാളെ റെക്കഗ്നൈസ് ചെയ്യുക, ഏകാഗിയായ ഒരു വ്യക്തിയെ സന്ദർശിക്കാൻ തയ്യാറാവുക, അല്ലെങ്കിൽ പലചരക്ക് കടയിൽ പണം നൽകാൻ ഒരാളെ സഹായിക്കുക. വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇവ ചെറിയ കാര്യങ്ങളായി തോന്നിയേക്കാം, പക്ഷേ കർത്താവിന് അത് വലിയ കാര്യമാണ്. അതുകൊണ്ട് ദൈവം നമ്മെ എന്തെങ്കിലും കാര്യത്തിനായി തിരഞ്ഞെടുക്കുമ്പോൾ ഒഴിഞ്ഞു മാറാതിരിക്കുക. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.